വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ LDC അല്ലെങ്കിൽ VFA LGS ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ 10th പ്രിലിംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവരും എല്ലാ പോർഷൻസും എടുക്കുമ്പോൾ പറയുന്നുണ്ടല്ലേ ഹോട്ട് ടോപ്പിക്സ് എന്ന്. എന്താ ഈ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ PSCയിൽ GKയിൽ പോർഷൻസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരേ പോർഷൻസിൽ നിന്ന് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ആ തിരിച്ചും മറിച്ചും തന്നെ ചോദ്യങ്ങൾ വന്നിരിക്കുന്ന കുറച്ച് പോർഷൻസ് ഉണ്ടാവും. ഇപ്പം അതിൽ ഭരണഘടനാ ഭേദഗതി എന്നൊക്കെ എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും തന്നെ ക്വസ്റ്റ്യൻ കാണും. പഞ്ചവത്സര പദ്ധതിയിൽ നിന്ന് നീതി ആയോഗ്, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സിൽ നിന്ന് എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള ടോപ്പിക്സാണ് നമ്മൾ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹോട്ട് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസിൽ ഒന്നും മാർക്ക് നമുക്ക് പോകത്തില്ല. അപ്പോൾ എല്ലാവരും തന്നെ ഹോട്ട് ടോപ്പിക്സൊക്കെ കണ്ടുപിടിക്കുമായിരിക്കും. അപ്പോൾ ഹോട്ട് ടോപ്പിക്സ് അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ഒരു മാർക്കും നമുക്ക് കിട്ടണം, ആർക്കും കിട്ടാത്ത ഒരു മാർക്കും നമുക്ക് കിട്ടണം. അപ്പോഴേ നമുക്ക് റാങ്ക് ലിസ്റ്റ് കയറാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പം അങ്ങനെയുള്ള 15 ഹോട്ട് ടോപ്പിക്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ കണ്ടുപിടിച്ചേക്കുന്നത് 15 എണ്ണം. ഈ 15 ഹോട്ട് ടോപ്പിക്സ്, ഇത് 15 എണ്ണത്തിൻ്റെയും നോട്ട് തിങ്കളാഴ്ച മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇടും. പ്രിപ്പയർ ചെയ്ത് തീർന്നില്ല. ഇപ്പോൾ ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം, അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഒന്നാമത്തേത് ഭൂമിയുടെ ഘടന. ജോഗ്രഫിയിലെ ഭൂമിയുടെ ഘടന എന്ന് പറയുന്നത് ഇതെല്ലാം ചെറിയ ടോപ്പിക്സുകളാട്ടോ. ഒരുപാട് വലിയ ടോപ്പിക്സ് ഇല്ല, വലിയ ടോപ്പിക്സുകളും ഉണ്ട്. ഇതൊക്കെ ചെറിയതാണ്. നിങ്ങൾക്ക് കംപ്ലീറ്റഡ് ഇപ്പോൾ നോക്കാൻ പറ്റുന്ന ചെറിയ ടോപ്പിക്സ്. ഇത്രയും ടോപ്പിക്സ് പഠിച്ചിട്ട് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. അപ്പം 1 ഭൂമിയുടെ ഘടന, 2 ഐക്യ കേരള പ്രസ്ഥാനം, 3 ഫ്രഞ്ച് വിപ്ലവം അല്ലെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. 1 ഭൂമിയുടെ ഘടന, 2 ഐക്യ കേരള പ്രസ്ഥാനം, 3 ഫ്രഞ്ച് വിപ്ലവം അല്ലെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇതിൽ നിന്ന് ഏതെങ്കിലും, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. 4 ഉത്തരപർവ്വത മേഖല ജോഗ്രഫിയിൽ നിന്ന് നീതി ആയോഗ് എക്കണോമിക്സ്. 5 നീതി ആയോഗ് എക്കണോമിക്സ്. 6 കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വരുന്ന ഭരണഘടനാ നിർമ്മാണ സമിതി. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 7 ദുരന്ത നിവാരണ അതോറിറ്റി. അടുത്തത് ബയോളജിയുടെ ജീവകങ്ങൾ, ധാതുക്കൾ, അപര്യാപ്ത രോഗങ്ങൾ. ഫിസിക്സിൽ നിന്ന് അളവുകൾ, യൂണിറ്റുകൾ. 10 പോസ്കോ നിയമം. 11 ഹിസ്റ്ററിയിൽ നിന്ന് കലാപങ്ങൾ, കുണ്ട്ര വിളംബരങ്ങളൊക്കെ. 13 പഞ്ചവത്സര പദ്ധതികൾ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചവത്സര പദ്ധതികൾ 13 എക്കണോമിക്സിൽ നിന്നുള്ള പഞ്ചവത്സര പദ്ധതികൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 12 പഞ്ചവത്സര പദ്ധതി ഉണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. 14 കോൺസ്റ്റിറ്റ്യൂഷൻ, മൗലിക അവകാശങ്ങൾ, ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. 15 ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി. 3 നവോത്ഥാന നായകന്മാർ. ഈ നവോത്ഥാന നായകന്മാർ തിരിച്ചും മറിച്ചും ഒരുപാട് ചോദിക്കുന്നതാണ്. 41 നവോത്ഥാന നായകന്മാരും ഉണ്ട്. അതിൽ എല്ലാം പഠിക്കുകയാണെങ്കിൽ ആർക്കും കിട്ടാത്ത ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ നമ്മൾ കിട്ടും. ഈ 3 എണ്ണം പഠിച്ചാൽ എല്ലാവർക്കും കിട്ടുന്നത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി. ഇത്രയാണ് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള 15 ടോപ്പിക്സാണ്. ഇത്രയും ടോപ്പിക്സ് നിങ്ങളൊന്ന് കവർ ചെയ്തിട്ട് ഒരു PYQ വർക്കൗട്ട് ചെയ്ത് നോക്കുക, OMR ടെസ്റ്റ് വെച്ച്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ താങ്ക് യു ഓൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ, എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ താങ്ക് യു.